ഒരാൾ ഒരു സ്യൂട്ട് കേസിൽ എന്തോ കൊണ്ടുപോയി കത്തിച്ചു കളയും. പോലീസ് അന്വേഷണത്തിലാണ് അത് അയാളുടെ ഭാര്യയുടെ ശവശരീരമാണെന്നറിയുന്നത്. അതേ ദിവസം തന്നെ ഒരു പയ്യൻ ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ഈ രണ്ട് കേസിനും തമ്മിൽ ലിങ്ക് ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവർ കണ്ടെത്തുന്നു. എന്താണതെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരാളാണെങ്കിലോ സ്യൂട്ട് കേസുമായി കാറിൽ പോവുകയാണ്. അവന്റെ പേരാണ് ഗൗതം. ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ആ സ്യൂട്ട് കേസ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അടുത്ത ദിവസം അത് കണ്ട നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു. എന്നാൽ സ്യൂട്ട് കേസ് കത്തിച്ച ശേഷം ഗൗതം അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. ചാരം വാരിയെടുത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു. പോലീസ് അവിടെ എത്തിയപ്പോഴോ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ രണ്ട് സെക്യൂരിറ്റിമാരെ ചോദ്യം ചെയ്യുകയാണ്. അവർ മാറി നിന്ന് സിഗരറ്റ് വലിക്കുന്ന സമയത്തായിരുന്നു ഋഷി എന്ന പയ്യൻ അപ്പാർട്ട്മെന്റിൽ നിന്നും താഴേക്ക് വീണത് കണ്ടതെന്ന് അവർ പറയുമ്പോൾ ഗൗതം അതേ അപ്പാർട്ട്മെന്റിൽ അതേ ഫ്ലോറിലാണ് താമസിക്കുന്നതെന്ന കാര്യം ഓഫീസറിന് മനസ്സിലായി. ഗൗതമിനടുത്തെത്തി ചോദ്യം ചെയ്തപ്പോൾ ഗൗതം തന്റെ കഥ പറയും. ഗൗതം ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. അവന് നല്ല വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. വീട്ടിലാണെങ്കിലോ കല്യാണത്തിന്റെ പ്രഷറും. ഒടുവിൽ വീട്ടുകാരുടെ ആഗ്രഹപ്രകാരം ഒരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിച്ചു. അവളുമായി ഗൗതം സിറ്റിയിലേക്ക് താമസം മാറി പുതിയ അപ്പാർട്ട്മെന്റിൽ താമസം ആരംഭിച്ചു. രണ്ടാളും നന്നായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഗൗതമും ഭാര്യയും സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഭാര്യ ഒരുപാട് ചോക്ലേറ്റ് എടുക്കും. അവളൊരു ചോക്ലേറ്റ് അഡിക്റ്റ് ആണ്. അവരുടെ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകവേ ഗൗതമിന് US ഒരു ഓഫർ വന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഈ കഥകളല്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാനായി ഗൗതമിനോട് പറയും. അതേ സമയത്തായിരുന്നു ICUവിലായിരുന്ന ഋഷിക്ക് ബോധം വന്ന കാര്യം പോലീസ് പറയുന്നത്. ഉടനെ തന്നെ ഓഫീസർ ഹോസ്പിറ്റലിലേക്ക് പോകും. എന്നിട്ട് ഋഷിയോട് നിനക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിലോ ശ്രാവണി ശ്രാവണി എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആരാണ് ശ്രാവണി എന്ന് ഓഫീസർ ചോദിക്കും. അപ്പോൾ ഋഷി പറയും, എന്തിനാ എന്നെ രക്ഷിച്ചത്, എന്നെ മരിക്കാൻ അനുവദിച്ചുകൂടായിരുന്നോ എന്നൊക്കെ അവൻ പറയുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഓഫീസർ ചോദിക്കുമ്പോൾ ഋഷി ആ കാര്യം തുറന്നു പറയുന്നു. ഋഷിയാണെങ്കിലോ ഗൗതം താമസിക്കുന്ന അതേ അപ്പാർട്ട്മെന്റിൽ അതേ ഫ്ലോറിൽ ഒരു ഫ്ളാറ്റിലേക്ക് താമസം ആരംഭിച്ചു. ഋഷി മാത്രമല്ല അവന്റെ 4 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. 2 ബോയ്സും 2 ഗേൾസും. ഈ ഋഷി ശ്രാവണി എന്നൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ഒരിക്കൽ ശ്രാവണി വീട്ടിൽ ചില പ്രശ്നങ്ങൾ കാരണം അവൾ സാധനങ്ങളും എടുത്ത് ഋഷിക്ക് അടുത്തേക്ക് വരുവാനായി തീരുമാനിച്ചു. എന്നാൽ ഋഷിക്കാണെങ്കിലോ ആകെ ടെൻഷൻ. അവൾ വിളിച്ച് കാര്യം പറയുമ്പോഴും ശ്രാവണിയെ കൊണ്ടുവന്നാൽ എവിടെ താമസിപ്പിക്കും എന്നുള്ള ചിന്തയിലാണ് ഋഷി. അങ്ങനെ ഋഷി ഫ്രണ്ട്സിനോട് ആ കാര്യം പറഞ്ഞു. എന്നാൽ മറ്റൊരു വശത്ത് ഗൗതമാണെങ്കിലോ തന്റെ ഭാര്യയെ കൊന്നതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഋഷിയുടെ ഒരു ഫ്രണ്ട് അയാളുടെ ഡോറിൽ മുട്ടിയത്. ഗൗതം ഡോറ് തുറന്ന് കാര്യം തിരക്കുമ്പോൾ നിങ്ങൾക്കല്ലേ US പോകാൻ എല്ലാ കാര്യവും റെഡിയായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ എന്ന് ഗൗതം മറുപടി പറഞ്ഞു. മാത്രവുമല്ല ഗൗതം വല്ലാതെ പരിങ്ങുന്നുണ്ടായിരുന്നു. ഋഷിയുടെ ഫ്രണ്ട് നേരെ തിരിച്ചു ചെന്ന് ബാക്കിയുള്ള 2 കൂട്ടുകാരോടും ഈ കാര്യം തുറന്നു പറഞ്ഞു. ഗൗതമിന് എന്തോ ഒരു വശപ്പിശക്. ഇനി അയാളുടെ ഭാര്യയെ വല്ലതും കൊന്നിട്ടിരിക്കുകയാണോ എന്നൊക്കെ അവർ തമാശയ്ക്ക് പറയും. അവർ അത് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചല്ലോ. അതേസമയം തന്നെ ഋഷി അവിടേക്ക് വന്നിട്ട് ശ്രാവണി വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു. അവളെ ഞാൻ എവിടെ താമസിപ്പിക്കും, എങ്ങനെ നമ്മൾ ജീവിക്കും എന്നുള്ള ടെൻഷനിലായിരുന്നു ഋഷി. അക്കാര്യമെല്ലാം കൂട്ടുകാരോട് പറഞ്ഞു. അതിനുശേഷം ശ്രാവണിക്ക് എന്താണ് യഥാർത്ഥത്തിൽ വീട്ടിൽ സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നത്. ശ്രാവണിക്ക് അമ്മയില്ല. അമ്മയുടെ മരണശേഷം അച്ഛന്റെ 3 സഹോദരിമാരാണ് ശ്രാവണിയെ വളർത്തിയതും. അവർക്ക് 3 മക്കളുണ്ട്. ഇവർ 3 പേരും വിദേശത്ത് സെറ്റിലാണ്. എന്നാൽ അവളുടെ അപ്പച്ചിമാർക്കാണെങ്കിലോ അവരിൽ ആരെയെങ്കിലും ശ്രാവണി കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം. അവൾക്കാണെങ്കിൽ അതിന് താല്പര്യവുമില്ല. ഞാൻ ആലോചിച്ചിട്ട് ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കാമെന്ന് ശ്രാവണി പറയും. പക്ഷെ ശ്രാവണിക്കാണെങ്കിൽ ഋഷിയാണല്ലോ ഇഷ്ടം. അച്ഛനാണെങ്കിൽ ശ്രാവണിയോട് പറയും, അവർക്ക് 3 പേർക്കും അവരിൽ ആരെയെങ്കിലും ഒരാളുടെ മകനെ നീ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. കാരണം അവരുമായുള്ള ബന്ധം മുറിഞ്ഞു പോകില്ലല്ലോ. നിന്നെ മറ്റൊരാളടുത്തേക്ക് വിവാഹം കഴിച്ച് അയക്കണമെന്നും അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നീയായിട്ടൊരു തീരുമാനം എടുക്കണമെന്നും അച്ഛൻ പറയും. അച്ഛൻ എപ്പോഴും മകളെ അടുത്ത് തന്നെ കാണണമെന്നാണ് ആഗ്രഹവും. എന്നാൽ ശ്രാവണിക്ക് അച്ഛന്റെയും അപ്പച്ചിമാരുടെയും ആഗ്രഹത്തിന് താല്പര്യമില്ലായിരുന്നു. അവൾ ഉടനെ തന്നെ ഋഷിയെ വിളിച്ചിട്ട് ഞാൻ ഉടനെ ഹൈദരാബാദിലേക്ക് വരുമെന്ന് പറഞ്ഞ് കാര്യവും തുറന്നു പറഞ്ഞു. എന്നാൽ മറ്റൊരു വശത്ത് ശ്രാവണിയുടെ അച്ഛൻ ഋഷിയുടെ അമ്മയെ കാണാൻ ചെന്നിട്ട് എന്റെ മകൾക്ക് നിങ്ങളുടെ മകനെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ എന്റെ സഹോദരിമാർക്ക് അവരുടെ ആരുടെയെങ്കിലും മകനെ അവൾ കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം. കാരണം നമ്മുടെ ബന്ധം മുറിഞ്ഞു
പോകില്ലല്ലോ. മാത്രവുമല്ല എന്റെ മകൾ എപ്പോഴും എന്റെ അടുത്ത് തന്നെ കാണും. അതുകൊണ്ട് ഋഷിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ല, ഇതേ ആഗ്രഹവുമായാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്റെ മകളുടെ ആഗ്രഹത്തിനൊത്തു നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അവരെ വിവാഹം കഴിച്ചു നൽകാനും എനിക്ക് ഓക്കെയാണ്. എന്നാലും ഋഷിയോടൊന്ന് സംസാരിക്കണമെന്ന് അമ്മയോട് പറഞ്ഞു. വളരെ ഡീസന്റ് ആയിട്ടാണ് ശ്രാവണിയുടെ അച്ഛൻ വന്ന് സംസാരിച്ചിട്ട് പോയതും. അങ്ങനെ ഋഷിയോട് അമ്മ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. നീ ഈ ബന്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകണം. അവളുടെ അച്ഛൻ അത്ര നന്നായിട്ടാണ് ഇവിടെ വന്ന് സംസാരിച്ചത്. മാന്യമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നൊക്കെ ഋഷിയുടെ അമ്മ പറയുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ശ്രാവണി അവിടെ നിന്നും സാധനങ്ങളെല്ലാം പറക്കി വണ്ടി കയറിയിട്ടുണ്ട്. അവൾ ഞാൻ പറഞ്ഞാലും കേൾക്കില്ല എന്ന് ഋഷി അമ്മയോട് പറഞ്ഞു. അതിനുശേഷം ഋഷി ശ്രാവണി വരുമ്പോൾ അവളെ എവിടെ താമസിപ്പിക്കുമെന്ന് ചിന്തിക്കും. അപ്പോഴാണ് ഗൗതമിനെ പറ്റി ഓർത്തതും. ഉടനെ തന്നെ ഗൗതമിനോട് കാര്യം പറയും. അപ്പോൾ ഗൗതം പറയും, ഞാൻ ഈ മാസം അവസാനം US പോകും. പിന്നെ എന്റെ ഭാര്യ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും അവളെ ഇവിടെ താമസിപ്പിച്ചോളാൻ ഗൗതം സമ്മതിച്ചു. അങ്ങനെ ഒരു ആശ്വാസത്തിൽ ഗൗതം ഇരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് പ്രസന്റിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നേരെ ഗൗതമിനോട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം തിരക്കും. അപ്പോഴാണ് ഗൗതം അവന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം പറഞ്ഞത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗൗതമിനും ഭാര്യ സന്ധ്യയ്ക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. എന്നുവെച്ചാൽ സന്ധ്യയാണെങ്കിലോ ഗൗതമുമായി സംസാരിക്കാറേയില്ല. എല്ലാ ദിവസവും അവനാണെങ്കിലോ ഒട്ടും സമയം പോകുന്നതായി പോലും തോന്നുന്നില്ല. അത്രയ്ക്കും സന്ധ്യ അവനോട് മിണ്ടാതായി. അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വന്നു. മാത്രമല്ല ജോലിക്ക് പോകുമ്പോൾ പോലും ഗൗതമിനെ സന്ധ്യ മൈൻഡ് ചെയ്യാറേയില്ല. വീട്ടിൽ വരുന്ന ജോലിക്കാരിയോടൊക്കെ സന്ധ്യ സംസാരിക്കും, പക്ഷെ ഗൗതമിനോട് മിണ്ടില്ല. ഗൗതമിനെ അവൾ റൂമിൽ പോലും കയറ്റാതെ മറ്റൊരു റൂമിലാണ് അവൾ കിടക്കുന്നത് പോലും. എന്താണ് കാരണമെന്ന് അവൻ അറിയത്തേയില്ല. അവനാണെങ്കിലോ വല്ലാതെ മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും തുടങ്ങി എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചോദിക്കും, അപ്പോൾ ഭാര്യയെ സംശയിച്ചത് കൊണ്ടാണോ നിങ്ങൾ ഭാര്യയെ കൊന്നു കളഞ്ഞത് എന്ന് ചോദിക്കും. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ ചോദ്യത്തിന് ഗൗതം മറുപടി കൊടുക്കില്ല. അതിനുശേഷം ഋഷിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. ശ്രാവണി നാട്ടിൽ നിന്നും നേരെ ഋഷിയുടെ അടുത്തേക്ക് എത്തി. ഋഷിയുടെ അടുത്തെത്തിയപ്പോഴാണ് ശ്രാവണിക്ക് അവളുടെ അച്ഛന്റെ കോള് വരുന്നത്. അവൾ ഒരുപാട് പേടിക്കും. എന്നാൽ ഋഷിയാണെങ്കിലോ കോൾ എടുക്കുമ്പോൾ അച്ഛൻ പറയും, നിന്റെ അടുത്തേക്ക് വന്നല്ലേ അവൾ? എനിക്കറിയാമായിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്ന്. ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും അവൾക്ക് നിന്റെ അടുത്തേക്ക് വരണമെങ്കിൽ അവൾ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ മകളുടെ ആഗ്രഹത്തിനെതിരെ നിൽക്കില്ല. അവളെ ഉറപ്പായും ഞങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകും. ഞങ്ങൾ ഈ വിവാഹത്തിന് സമ്മതിക്കാമെന്നും അച്ഛൻ പറയുമ്പോൾ ഋഷിക്കും ശ്രാവണിക്കും ഒരുപാട് സന്തോഷമായി. ശ്രാവണി പറയും, ഒരുപാട് പ്രശ്നമുണ്ടാക്കി അതിനുശേഷം മാത്രമേ നമ്മൾക്ക് ഒന്നിക്കാൻ പറ്റൂ എന്നാ ഞാൻ കരുതിയത്. ഇപ്പോൾ അതൊന്നും വേണ്ടി വന്നില്ലല്ലോ എന്നൊക്കെ അവൾ സന്തോഷിക്കും. അങ്ങനെ ഋഷി നേരെ അവളെ അപ്പാർട്ട്മെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഗൗതം US പോയതിനു ശേഷം ശ്രാവണിയെ അവന്റെ ഭാര്യ സന്ധ്യയോടൊപ്പം ഫ്ളാറ്റിൽ താമസിപ്പിക്കാം എന്നായിരുന്നല്ലോ ഗൗതം സമ്മതിച്ചത്. അങ്ങനെ ഋഷി ശ്രാവണിയും കൂട്ടി ഫ്ളാറ്റിന് മുന്നിലെത്തുമ്പോൾ കോളിംഗ് ബെൽ അടിച്ചിട്ടും ഗൗതം വാതിൽ തുറക്കുന്നില്ല. ഗൗതം അവിടെയില്ല. ചിലപ്പോൾ ചാവി ഇവിടെ വെച്ച് കാണും, നമുക്കിവിടെ നോക്കാമെന്ന് ശ്രാവണി പറയുമ്പോൾ ചാവിയും അവിടെയില്ല. ഫോൺ വിളിച്ചിട്ട് ഗൗതം എടുക്കുന്നതുമില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ ഋഷിയാണെങ്കിൽ അവന്റെ ഫ്ളാറ്റിലേക്ക് ശ്രാവണിയെ കൊണ്ടുപോകുവാനായി തീരുമാനിച്ചു. അവൻ ഫ്ളാറ്റിലെ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ് വന്ന് ഡോർ തുറന്നത്. അകത്തേക്ക് ചെല്ലുമ്പോൾ 2 പെൺകുട്ടികളും 3 പയ്യന്മാരും ഇന്ന് മദ്യപിക്കുന്നു. അത് കണ്ടതും ശ്രാവണിക്ക് വല്ലാതെ ബുദ്ധിമുട്ടാൻ തുടങ്ങി. ഇതാണ് എന്റെ ഗേൾ ഫ്രണ്ട് എന്ന് ഋഷി അവളെ പരിചയപ്പെടുത്തിയപ്പോൾ അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിലോ ബോധമില്ലാതെ ഹായ് എന്നൊക്കെ പറയുകയാണ്. അതൊന്നും ശ്രാവണിക്ക് ഇഷ്ടപ്പെടുന്നതേയില്ല. അങ്ങനെ ശ്രാവണി നേരെ റൂമിൽ ചെന്നിട്ട് ഋഷിയോട് പുറത്തു പോകാൻ പറഞ്ഞ് ഞാൻ ഫ്രഷായി വരാമെന്നും പറയും. അങ്ങനെ ശ്രാവണി ഫ്രഷായി പുറത്തു വന്നപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലോ ചിക്കൻ കഴിക്കണമെന്ന ആഗ്രഹം. ഫ്രിഡ്ജിലിരുന്ന ചിക്കൻ എടുത്ത് അവൾ കറി വയ്ക്കാനായി പോകുമ്പോൾ ഒരേ ഒരു ഡിമാൻഡ് അവൾ പറഞ്ഞിരുന്നുള്ളൂ, ആരും കിച്ചണിലേക്ക് വരരുത്, ഞാൻ തന്നെ കറി വെച്ച് കൊണ്ടുവരാമെന്ന്. അങ്ങനെ അവൾ ചിക്കൻ കറിയും വെച്ച് എല്ലാവരും നന്നായി ആഹാരവും കഴിച്ചു. എന്നാൽ പ്രസന്റിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഗൗതമിനെ ചോദ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഗൗതം തുറന്നു പറയുകയാണ്. ഗൗതമാണെങ്കിലോ ഭാര്യ സന്ധ്യയോട്, എന്താ നീ കുറച്ചു നാളായി എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ കാരണമാണോ നീ ഇങ്ങനെ കാണിക്കുന്നത്? അതോ നിനക്ക് എന്തെങ്കിലും പ്രശ്നമോ? ഇല്ല, ഉറപ്പായും നിനക്കൊരു പ്രശ്നവും കാണില്ല. നീ നല്ല പെൺകുട്ടിയാണ്, എന്റെ ഭാഗത്തായിരിക്കും തെറ്റ് എന്ന് ഗൗതം പറയുമ്പോൾ സങ്കടം സഹിക്കാനാകാതെ ഭാര്യ സന്ധ്യ അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിനക്ക് എന്ത് പറ്റിയെന്ന് ഗൗതം ചോദിക്കുമ്പോൾ സന്ധ്യ നടന്ന സംഭവം തുറന്നു പറയുകയാണ്. ഒരിക്കൽ ഗൗതമില്ലാത്ത സമയം സന്ധ്യയുടെ ഫ്ളാറ്റിലേക്ക് ഋഷിയുടെ ആ 2 ഫ്രണ്ട്സായ പെൺകുട്ടികൾ ഫ്ളാറ്റിലേക്ക് വന്നിട്ട് അവളോട് ഫോൺ ചോദിച്ചു. അത്യാവശ്യത്തിനാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവൾ ഫോൺ കൊടുത്തു. അതിനുശേഷം അവരാണെങ്കിലും നല്ല കൂട്ടായി. ഇടയ്ക്കിടയ്ക്ക് ആ 2 പെൺകുട്ടികളും അവളുടെ ഫ്ളാറ്റിലേക്ക് വരുവാനായും തുടങ്ങി.
എന്നിട്ട് അവൾ സാരി ഉടുത്തിരുന്നപ്പോൾ നിങ്ങൾ നല്ല സുന്ദരിയാണല്ലോ, മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനായി പറഞ്ഞ് നല്ല മോഡേൺ ഡ്രസ്സൊക്കെ അവൾക്ക് വാങ്ങിക്കൊടുത്തു. സന്ധ്യയാണെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ ഗൗതം ഭാഗ്യം ചെയ്തവനാ, എന്താ നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലോ എന്നൊക്കെ അവർ പറയും. അവരാണെങ്കിലോ അവളെ വല്ലാതെ ഫ്ലർട്ട് ചെയ്യുവാനായും തുടങ്ങി. ഒരിക്കൽ അതിലൊരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ ദിവസമായിരുന്നു. അവർ രണ്ടുപേരും വീണ്ടും ഫ്ലാറ്റിലേക്ക് വന്നിട്ട് ഇന്നിന്റെ പിറന്നാളാണ്, എനിക്ക് എന്താ ഗിഫ്റ്റ് തരാൻ പോകുന്നത് എന്നൊക്കെ സന്ധ്യയോട് ചോദിക്കും. സന്ധ്യയുടെ കയ്യിലാണെങ്കിലോ ഗിഫ്റ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന് അവൾ കഴിക്കാറുള്ള 5 സ്റ്റാർ എടുത്ത് ആ പെൺകുട്ടികൾ കഴിച്ചിട്ട് ഇതാണ് എനിക്ക് നീ തരാൻ വെച്ചിരുന്ന ഗിഫ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ്. എന്നിട്ട് അവർ പറയും, ഇന്ന് നൈറ്റ് ഒരു പാർട്ടി നടക്കുന്നുണ്ട്, നീ ഉറപ്പായും അതിൽ പങ്കെടുക്കണം, എന്റെ ബർത്ത്ഡേ പാർട്ടിയാണെന്ന് പറയുമ്പോൾ സന്ധ്യയാണെങ്കിൽ അതിന് തയ്യാറാകില്ല. ആ 2 പെൺകുട്ടികളും സന്ധ്യയാണെങ്കിലോ പാർട്ടിയിൽ പങ്കെടുക്കാനായി നിർബന്ധിക്കും. എന്നാൽ സന്ധ്യ അതിന് തയ്യാറാകത്തേയില്ല. ആ പെൺകുട്ടികൾ രണ്ടാളും പോയി കഴിഞ്ഞതിന് ശേഷം സന്ധ്യയാണെങ്കിലോ തലകറങ്ങി വീഴുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതേയില്ല. സന്ധ്യ തലകറങ്ങി വീണ സമയം ഋഷിയുടെ ഒരു ഫ്രണ്ട് അപ്പോൾ തന്നെ ഫ്ലാറ്റിലേക്ക് വന്നിട്ട് അവളെ റേപ്പ് ചെയ്യുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചെന്നാൽ ആ 2 പെൺകുട്ടികളും സന്ധ്യയുമായി ഇടപഴകിയ ശേഷം അവളെക്കുറിച്ച് എപ്പോഴും വന്ന് ഫ്ലാറ്റിൽ സംസാരിക്കുമായിരുന്നു. നല്ല പെൺകുട്ടി, ഗൗതം ഭാഗ്യമുള്ളവനാണ്, അവളുടെ ഡ്രസ്സിംഗ് സെൻസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഋഷിയുടെ ഒരു ഫ്രണ്ടിന് അവളോടൊരു മോഹമുണ്ടായി. അങ്ങനെ ആ 2 പെൺകുട്ടികൾ വഴി അവളെ എങ്ങനെയും സ്വന്തമാക്കണമെന്ന് അവൻ തീരുമാനിച്ചു. സന്ധ്യയ്ക്കാണെങ്കിലോ 5 സ്റ്റാർ തിന്നുന്ന സ്വഭാവമുള്ളത് ആ 2 പെൺകുട്ടികൾക്കറിയാം. ഋഷിയുടെ കൂട്ടുകാരൻ 5 സ്റ്റാറിലാണെങ്കിലോ മയക്കുമരുന്ന് കുത്തിവെച്ചു. അതിനുശേഷം ആ 2 പെൺകുട്ടികളെയും കൊണ്ട് ഒരിക്കൽ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് സന്ധ്യയെ കണ്ടപ്പോൾ അവൾക്ക് 5 സ്റ്റാർ കൊടുപ്പിച്ചു. ആ 5 സ്റ്റാർ കഴിച്ചതിന് ശേഷമാണ് സന്ധ്യയ്ക്ക് ബോധം പോയതും. അങ്ങനെയാണ് ഋഷിയുടെ ഫ്രണ്ട് അവളെ റേപ്പ് ചെയ്തതും. ബോധം വന്ന സന്ധ്യയോട്, ഇങ്ങനെ ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്ന് നീ കരുതണം, ഇതെല്ലാം മറക്കണം, എന്നിട്ട് ക്യാഷ്വലായി പഴയതുപോലെ ഞങ്ങളോടൊക്കെ പെരുമാറണമെന്ന് പറഞ്ഞു. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് സന്ധ്യ ആരോടും മിണ്ടാത്തത്. സന്ധ്യ പറഞ്ഞ കാര്യമെല്ലാം കേട്ട് ഗൗതമാണെങ്കിലോ പൊട്ടിക്കരയും. ഈ ഒരു സംഭവത്തിന് ശേഷമായിരുന്നു അന്ന് ആ ഒരു ഫ്രണ്ട് ഗൗതമിന്റെ ഡോറിൽ വന്ന് മുട്ടിയിട്ട്, നിങ്ങളല്ലേ US പോകുന്നത്, സന്ധ്യ സിസ്റ്റർ എവിടെ എന്നൊക്കെ വളരെ മാന്യനെ പോലെ ചോദിച്ചു. പക്ഷെ അന്നാണെങ്കിലോ ഗൗതം സന്ധ്യ എവിടെയില്ല, സന്ധ്യക്ക് സുഖമില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. സന്ധ്യക്ക് എന്തോ സംഭവിച്ചു എന്ന കാര്യം അവന് മനസ്സിലായിരുന്നു. സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ദിവസമായിരുന്നല്ലോ അവൻ ആ ഡോറിൽ വന്ന് മുട്ടിയതും. സന്ധ്യയും അലറി കരയുന്നുണ്ട്, ഗൗതമും കരയുന്നുണ്ട്. ഗൗതമിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. അതിനുശേഷം ഋഷിയുടെ കഥയാണ് കാണിക്കുന്നത്. ഫ്ലാറ്റിൽ ഋഷിയും ശ്രാവണിയും അവരുടെ റൂമിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ സന്ധ്യയെ റേപ്പ് ചെയ്ത പയ്യന് ശ്രാവണിയോട് ഒരു മോഹം തോന്നി. ഉടനെ തന്നെ അവൻ വന്നിട്ട് ഡോറിൽ മുട്ടിയിട്ട് ഋഷിയോട് പറയും, നീ കുറച്ചു നേരം വെളിയിൽ വെയിറ്റ് ചെയ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും. എന്നാൽ ഋഷിയാണെങ്കിലോ എന്താ കാര്യമെന്ന് ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഋഷിയെ അവൻ പുറത്താക്കി അകത്ത് കയറി കതകടച്ചിട്ട് ശ്രാവണിയെ അവൻ ക്രൂരമായി റേപ്പ് ചെയ്തു. എന്നിട്ട് അവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. പുറത്തു വന്ന അവനാണെങ്കിലോ മറ്റു 2 ഫ്രണ്ട്സിനോടും അകത്തേക്ക് കയറുവാനായി പറഞ്ഞു. അങ്ങനെ മറ്റു 2 ഫ്രണ്ട്സും അകത്തേക്ക് കയറി ശ്രാവണിയെ റേപ്പ് ചെയ്തു. അവൾക്കാണെങ്കിലോ വേദനയും സഹിക്കാനാകാതെ അവൾ കരയുകയാണ്. ഋഷിക്ക് അതൊന്നും താങ്ങാനായില്ല. ഋഷി നോക്കിയപ്പോൾ ആ 2 പെൺകുട്ടികളും അതെല്ലാം കണ്ട് രസിക്കുകയാണ്. അവരാണെങ്കിലോ മദ്യത്തിൽ മയങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. ആ 2 ഫ്രണ്ട്സും പുറത്തു വന്നപ്പോഴോ ഋഷിയാണെങ്കിൽ ദേഷ്യം സഹിക്കാനാകാതെ 3 പേരെയും തല്ലി. അതില് ഒരാളുടെ കണ്ണൊക്കെ അവൻ ചൂഴ്ന്നെടുത്തു. മറ്റു 2 പേരെയും തലയിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് അടിച്ച് തലയെല്ലാം പൊട്ടിച്ചു. 3 പേരെയും അവൻ ക്രൂരമായി കൊലപ്പെടുത്തി. അതെല്ലാം ആ 2 പെൺകുട്ടികളും പേടിയോടെ കണ്ടുകൊണ്ടു നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി ഓടി. റൂമിൽ നിന്നും പുറത്ത് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇറങ്ങി വരികയാണ് ശ്രാവണി. അവളാണെങ്കിലോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലുമായിരുന്നു. ശ്രാവണിയോട് ഋഷി പറയും, ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് കരുതാം, ഞാൻ നിന്നെ നോക്കിക്കോളാം, ഈ ഒരു നടന്ന കൊലപാതകം നമുക്ക് എങ്ങനെയും ഞാൻ സോൾവ് ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സഹിക്കാനാകാത്ത ശ്രാവണി തന്റെ ജീവിതമേ നശിച്ചു പോയി എന്ന് മനസ്സിലാക്കി അവൾ നേരെ ആ ഫ്ലാറ്റിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അവൾ താഴേക്ക് ചാടിയത് ഋഷിക്ക് സഹിക്കാനായില്ല. അവനും കൂടെ ചാടി. ശ്രാവണി സ്പോട്ടിൽ മരിച്ചു. എന്നാൽ ഋഷിയാണെങ്കിലോ ജീവന് വേണ്ടി പോരാടുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ ഋഷി മാത്രമാണ് താഴേക്ക് വീണത് എന്നാണല്ലോ നമ്മളെ കാണിച്ചത്. അതൊരു സസ്പെൻസ് ത്രില്ലറായി സിനിമ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് കാണിച്ചത്. ശ്രാവണിയുടെ അച്ഛനും അപ്പച്ചിമാരും അവളെ കൂട്ടിക്കൊണ്ടു പോകുവാനായി എത്തിയപ്പോൾ അവളുടെ മരണ വാർത്തയാണ് അവരറിഞ്ഞത്. അച്ഛനത് താങ്ങാനായില്ല. അവളുടെ ഡെഡ് ബോഡി അവരെ ഏറ്റുവാങ്ങി. ശ്രാവണിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞതിനു ശേഷം ഋഷിയും മരണപ്പെട്ടു.
പിന്നീട് ഗൗതമിന്റെ കഥയാണ് കാണിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഗൗതമിനോട് ചോദിക്കും, നീ യഥാർത്ഥത്തിൽ നിന്റെ ഭാര്യ എന്താണ് ചെയ്തത്? സത്യമെല്ലാം അറിഞ്ഞപ്പോൾ നീ അവളെ കൊന്നുകളഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതമാണെങ്കിലോ മിണ്ടാതിരിക്കും. അതിനുശേഷം ആ ഓഫീസറിന്റെ ഗണ്ണെടുത്ത് അവൻ തനിയെ വെടിവെച്ച് മരിക്കുകയാണ് ചെയ്തത്. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് കണ്ടെത്താനായില്ല. ഒടുവിൽ ഒരു നിഗമനത്തിൽ ഓഫീസർ എത്തും. ഭാര്യയെ കൊന്നതിന്റെ കുറ്റബോധം താങ്ങാനാകാതെയാണ് ഗൗതം ആത്മഹത്യ ചെയ്തത് എന്നുള്ളൊരു നിഗമനത്തിലെത്തി. എന്നാലും ആ ഓഫീസർ വീണ്ടും അന്വേഷണം ആരംഭിച്ചു. സന്ധ്യയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയണമല്ലോ. അങ്ങനെ അവരാണെങ്കിലോ ഗൗതമാണെങ്കിൽ സന്ധ്യയുടെ ഡെഡ് ബോഡി കരിച്ചു കളഞ്ഞ സ്ഥലത്തേക്കെത്തി. അവിടെ നിന്നും ഒരു ലെറ്റർ കിട്ടി. അതിൽ യഥാർത്ഥത്തിൽ സന്ധ്യയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നായിരുന്നു. അതിലൊരു ലെറ്റർ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഞാൻ യഥാർത്ഥത്തിൽ എന്റെ ജീവിതം ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്. എല്ലാ സത്യവും നിങ്ങളോട് തുറന്നു പറഞ്ഞതിന് ശേഷവും എനിക്ക് ജീവിതത്തിലേക്ക് വരാനായി പറ്റുന്നില്ല. എന്റെ ജീവിതം നശിച്ചു പോയി. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ നിങ്ങളോട് ജീവിക്കുന്നത് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയും ഈ ഒരു കാര്യം ഞാൻ ഇങ്ങനെയാണ് മരണപ്പെട്ടത് എന്നറിയരുത്. അതിനു മുമ്പ് എൻ്റെ ഡെഡ് ബോഡി കത്തിച്ചു കളയണമെന്ന് അവൾ ആ ലെറ്ററിൽ എഴുതിയിരുന്നു. അതിനുശേഷമാണ് സന്ധ്യ ആത്മഹത്യ ചെയ്തതും. താൻ അത്രയും സ്നേഹിക്കുന്ന ഭാര്യയുടെ അവസാനത്തെ ആഗ്രഹമാണ് ഗൗതം നിറവേറ്റിയതെന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് മനസ്സിലായി. വീട്ടുകാരറിയുന്നതിന് മുൻപ് തന്നെ ഗൗതം ആ ഡെഡ് ബോഡി കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് ഭാര്യയില്ലാത്ത ജീവിതം അവന് ജീവിക്കാനാകില്ല എന്നുള്ള ബോധത്തിലാണ് അവൻ ആത്മഹത്യ ചെയ്തതെന്നും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കണ്ടെത്തി. എന്നിട്ട് സന്ധ്യയുടെയും ഗൗതമിന്റെയും വീട്ടുകാരോട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അവർ രണ്ടാളും ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുകയാണ്. അതോടുകൂടി സിനിമ അവസാനിക്കുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, ആരെയും നമ്മൾ അധികം വിശ്വസിക്കരുത്. കൂടെ നിൽക്കുന്നവരായിരിക്കും നമ്മളെ ചതിക്കുന്നതെന്ന്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.